വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോം അപ്ഡേറ്റ്സ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെയും കൊണ്ട് യാത്രകളൊക്കെ പോകുമ്പോൾ ട്രാവൽ ഫുഡായിട്ട് എന്തൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ പേഴ്സണലി എന്തൊക്കെ ചെയ്തിരുന്നു, എന്റെ ചോയ്സസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക്. ഇത് രണ്ടിൽ ഏതാണ് കുഞ്ഞിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ട്രാവലിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതായത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്കിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. പക്ഷെ പബ്ലിക്കിലൊക്കെ ഇരുന്ന് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഓഫ് കോഴ്സ് രണ്ടാമത്തെ കാര്യം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നഴ്സിംഗ് കവർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഒബ്വിയസ്ലി നിങ്ങളിപ്പോ കാറിലോ അങ്ങനെ എന്തെങ്കിലും ആണ് യാത്രകൾ പോകുന്നതെങ്കിൽ ഇത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫോർമുല ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു ഫ്ലാസ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് പോകുന്നത് ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് നമ്മൾ പലപ്പോഴും ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലേ കൊടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പുറത്ത് പോകുമ്പോൾ അവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക. പ്രത്യേകിച്ച് അവർ വളരെ ചെറുതായിരിക്കും, അതായത് 6 to 8 months എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. ഇവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക, ഇവർക്ക് ഇങ്ങനെ വളരെ നേർത്ത രൂപത്തിലുള്ള ഉടച്ച ഫുഡുകളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 1-2 ഫുഡുകളുണ്ട്. ഇപ്പൊ നമ്മൾ അവലുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അവല് വളരെ നേർത്തതല്ലേ, അപ്പൊ അതൊട്ടും തന്നെ വേകാൻ വേണ്ടിട്ട് ഒട്ടും തന്നെ പ്രയാസമില്ല. അപ്പം ജസ്റ്റ് 1 സ്പൂൺ അവലോ 2 സ്പൂൺ അവലോ എടുത്തിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് നല്ല തിളച്ച വെള്ളം ഒഴിക്കുവാണെങ്കിൽ, അതൊരു ഫ്ലാസ്കിനകത്ത് കൊണ്ടുവന്ന വെള്ളമാണെങ്കിലും മതി. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് വെക്കുവാണെങ്കിൽ അത് നല്ലോണം തന്നെ വെന്തുടഞ്ഞ് നല്ല കുഴമ്പ് വരുത്തില്ല. അപ്പൊ അതാണെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി എളുപ്പമാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങളുടെ കുഞ്ഞിന് പറ്റിയ കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്കോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ അവലിങ്ങനെ നല്ലോണം തന്നെ ആ ഒരു കുഴമ്പ് രൂപത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബനാന അത് ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് മാഷ് ചെയ്ത് അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അത് നല്ല ഈസി ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്താണ്, ഇപ്പം കുഞ്ഞിനിപ്പോ ഒരു പ്രായം ഒരു 8 മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫിംഗർ ഫുഡിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഫിംഗർ ഫുഡിനൊക്കെ റെഡി ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിന് പറ്റിയ ഒരു ഐഡിയൽ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഡ്ഡലി ഭയങ്കര ഒരു നല്ല ചോയ്സ് ആണ്. അവർക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോ വേണമെങ്കിൽ അതിനകത്തോട്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം എന്തെങ്കിലും ഒഴിച്ച് അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു മോയ്സ്ചർ ഉള്ള ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പറ്റും. അതുപോലെ തന്നെയാണ് ചപ്പാത്തി വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ദോശ പ്രിഫർ ചെയ്യണം. കാരണം ദോശ കുറച്ചു നേരം നമ്മളിങ്ങനെ ടിഫിൻ ബോക്സിലൊക്കെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒരു ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ദോശ ഞാൻ ഒരിക്കലും ഒരു ചോയ്സ് ആയിട്ട് പറയും. പക്ഷെ ഇഡ്ഡലി ഒരു അടിപൊളി ചോയ്സ് ആണ്. അതുപോലെ തന്നെ ചപ്പാത്തി നല്ലൊരു ചോയ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കൊഴുക്കട്ട അല്ലെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ വളരെ എന്താ പറയുക കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് ഫിംഗർ ഫുഡായിട്ട് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ആ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് പോയ്സൺ എന്തെങ്കിലും വരുമോ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടെന്നുള്ള ആ ഒരു ടെൻഷനും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നല്ലോണം തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പം രാവിലെ തൊട്ട് ജസ്റ്റ് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു ട്രാവലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും വെജിറ്റബിൾ റൈസ് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതും പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈസ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. ഒരുപാട് നമ്മൾ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അല്ലെങ്കിൽ ചങ്ക്സ് ആയിട്ടിട്ട് നമ്മൾ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ച് നേരം കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. കാരണം കുറച്ച് ചെറിയ വലുപ്പത്തിലാണല്ലോ അതെടുത്ത്. അപ്പൊ അങ്ങനെ ഫുഡ് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കുക്ക്ഡ് ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അടുത്ത കാറ്റഗറിയിൽ നമുക്ക് ഫ്രൂട്ട്സ് എന്തൊക്കെയാ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നോക്കാം. ഉറപ്പായിട്ടും ഫ്രൂട്ട്സ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചോയ്സ് ഇസ് ബനാന. എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ഈവൻ 6 months ഉള്ള കുഞ്ഞിനാണെങ്കിലും ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മാഷ് ചെയ്യുവാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ചോയ്സ് ആണ് അവക്കാഡോ. പക്ഷേ നമുക്കത് സീസണലി അല്ലെ ലോക്കലി എപ്പോഴും അങ്ങനെ അവൈലബിൾ അല്ല. നിങ്ങൾക്കത് അവൈലബിൾ ആണെങ്കിൽ അതൊരു നല്ല ചോയ്സ് ആണ്. അതുപോലെ തന്നെ ആപ്പിൾ വേണമെങ്കിൽ കൊണ്ടുപോകാം. 8-9 മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞിന് അത് നല്ലൊരു ഓപ്ഷനാണ്. ഓറഞ്ച് ഞാൻ അത്രയും പ്രിഫർ ചെയ്യില്ല, കാരണം 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓറഞ്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓറഞ്ച് കൊടുക്കുമ്പോഴത്തേക്ക് ചില കുട്ടികൾക്ക് നാപ്പി റാഷ് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊരിക്കലും ഞാൻ ഒരു ചോയ്സ് ആയിട്ട് പറയില്ല. അതുപോലെ തന്നെ കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സീസണൽ ആയിട്ടുള്ള എന്ത് ഫുഡ് വേണമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രേറ്ററോ അല്ലെങ്കിൽ ചെറിയൊരു നൈഫും കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഗ്രേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഈവൻ ഒരു 7-8 മാസം കഴിഞ്ഞ് കുഞ്ഞിനാണെങ്കിലും അത് നല്ലോണം ഒന്ന് ഇപ്പൊ ആപ്പിളൊക്കെ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ബനാന കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ബനാനയുടെ ആ ടോപ്പിലത്തെ ആ ഒരു ചെറിയ തണ്ട് പോലത്തെ ഭാഗമില്ല, അത് വന്നിട്ട് ചെറിയൊരു ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ സമയം കേടുകൂടാണ്ടിരിക്കും. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഒരു ബനാന കേസ് വാങ്ങിച്ചിട്ട് അതിനകത്ത് തന്നെ വെച്ചിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഈവൻ നമ്മൾ ബാഗിൽ വെക്കുവാണെങ്കിലും കുറച്ചും കൂടെ ഒരു ആ ബനാന കേസിന് വന്നിട്ട് ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കറുത്ത് അങ്ങനെ ആവില്ല ചൂട് കാരണം. അപ്പൊ അങ്ങനെയൊന്നും പറ്റാണ്ട് നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹോട്ടലിൽ ഇപ്പൊ 1-2 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുഞ്ഞിന്റെ ഫുഡിനെ ഓർത്ത് ഭയങ്കര വറീഡ് ആണെങ്കിൽ കുഞ്ഞ് വളരെ ചെറുത് 6 മാസമൊക്കെ കഴിഞ്ഞതുള്ളൂ, 1-2 ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ, അത് എത്രത്തോളം അലർജിക് റിയാക്ഷൻസ് ഇനി ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന 2-3 ഫുഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഹോട്ടലിൽ തന്നെ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം ഇപ്പൊക്കെ എല്ലാ ഹോട്ടലിലും തന്നെ കെറ്റിൽ ഉണ്ടാവും. അപ്പൊ കെറ്റിലിനകത്ത് ജസ്റ്റ് ഇപ്പം ആപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ പൊട്ടേറ്റോ, ക്യാരറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ തന്നെ തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലോണം തന്നെ കുക്കായി വരും. പിന്നെ നമുക്കൊരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇല്ല നിങ്ങൾക്ക് ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ട്, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൺവീനിയൻസ് ആണെങ്കിൽ അത് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ഇറ്റ് ബി വെരി ഈസി ഫോർ യു. അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അതൊരു സെപ്പറേറ്റ് ബാഗിനകത്ത് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു ബാഗിനകത്ത് പ്രിഫറബിളി കുഞ്ഞിന്റെ ഫുഡ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ വെക്കുവാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഏതൊരു സമയത്ത് നമുക്ക് എടുക്കണമെങ്കിലും മാത്രമല്ല ഫുഡൊന്നും ചീത്തയാകാതെ വേറെ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മിക്സ് ആവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ലോണം സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരു ബാഗ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വെക്കണം എന്നാണ് എൻ്റെ ഒരു, അതായത് ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം ഫുഡ് ഇൻ ആൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. അതായത് നമ്മളിപ്പോൾ 8 months ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നെങ്കിൽ അതൊക്കെ കുക്ക്ഡ് ഫുഡാണ് കൊണ്ടുപോകാൻ പറ്റുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഗ്ലാസിന്റെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ചെറിയ 2 ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും. കാരണം ഒരു ഫ്ലാസ്കിനകത്ത് നല്ല തിളച്ച വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ഫ്ലാസ്കിനകത്ത് കുഞ്ഞിന് കൊടുക്കുന്ന നോർമൽ വെള്ളം, മിക്കവരും തന്നെ തിളപ്പിച്ച വെള്ളമല്ലേ കുഞ്ഞിന് കൊടുക്കുക. അപ്പൊ ആ ഒരു തിളപ്പിച്ച വെള്ളം അവർക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ആ ഒരു ചൂടിലുള്ള വെള്ളം വേറെ ഫ്ലാസ്കിൽ എടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെ 1-2 സിപ്പി കപ്പും കൂടെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലതായിരിക്കും. 2 സിപ്പി കപ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ നമുക്കറിയില്ല, ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ താഴെ. കുഞ്ഞിനെയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് നേരം അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടിരുന്നിട്ടാണ് അത് താഴേക്കിടും. അപ്പൊ താഴേക്ക് കട്ടിട്ടിട്ട് പിന്നെ നമ്മൾ അത് എടുത്തിട്ട് എത്ര തുടച്ചിട്ട് എടുത്ത് കൊടുത്താലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും 2 സിപ്പി കപ്പ് ഒക്കെ തന്നെ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് വിത്ത് സ്കിൻ. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ്, അതായത് ആപ്പിൾ, ബനാന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നൈഫ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രേറ്റർ അതും കൂടെ ഈ ബാഗിനകത്ത് വെക്കുന്നത് നല്ല കൺവീനിയന്റ് ആയിരിക്കും. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ് ബനാന ഒരു ബനാന കേസിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന്റെ ഒപ്പം തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പ്, സ്പൂൺ, പിന്നെ എന്താണ് ജസ്റ്റ് ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിബ്സ് അല്ലെങ്കിൽ വാട്ടർ വൈപ്സ്, ജസ്റ്റ് അവരുടെ കൈയൊക്കെ ഒന്ന് തുടയ്ക്കാനും അല്ലെങ്കിൽ മുഖം ഫുഡ് കഴിച്ചിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ വൈപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈ ബാഗിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുഞ്ഞിന് ഇപ്പൊ നാപ്പി ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള അതും സെയിം വാട്ടർ വൈപ്പ് തന്നെയായിരിക്കും. പക്ഷെ രണ്ടിന് വേണ്ടിയിട്ടും 2 സെപ്പറേറ്റ് പാക്കറ്റ്സ് ഓഫ് വാട്ടർ വൈപ്സ് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഒരു എക്സ്ട്രാ സ്മോൾ ബാഗ്സ് എടുക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. അതായത് കുഞ്ഞിന്റെ യൂസ്ഡ് ആയിട്ടുള്ള ബിബ്സ്
വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ അവർ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്പില്ലേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബാഗിനകത്ത് ഇട്ടിട്ട് നമുക്ക് തിരിച്ച് ഹോട്ടലിലോ അല്ലെങ്കിൽ വീട്ടിലോ എത്തുമ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനേക്കാളും നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബിബ്സ് യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതും ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾക്ക് ഇതൊന്നും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബന്ധപ്പാടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ചോയ്സസ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ പേഴ്സണലി ഒരു ട്രാവലിന് പോകുമ്പോൾ ത്രൂ ഔട്ട് സോ ഫാർ, അതായത് ഇപ്പൊ കുഞ്ഞിന്റെ ഈ ഒരു പ്രായം വരെ അവനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഞാൻ അവന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇത് കൂടാതെ ഇപ്പൊ ഒക്കെ ആണെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ അവൻ കുറച്ചും കൂടെ ഒക്കെ ഹോട്ടലിൽ നിന്നുള്ള അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്, കുറച്ചും കൂടെ ട്രൈ ചെയ്യാനൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിനനുസരിച്ച് അവന് പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്ന ഭക്ഷണങ്ങളൊക്കെ പുറത്തുനിന്നാണെങ്കിൽ അവന് കൊടുക്കാറുണ്ട്. അല്ലാതെ എല്ലാം ഞാൻ പാക്ക് ചെയ്ത് പോകാറുണ്ടല്ലോ. പക്ഷെ ജസ്റ്റ് ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരു ട്രിപ്പ് ആണെങ്കിൽ ഒരു ചെറിയൊരു കരുതലോട് കൂടി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അപ്പോൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.